ഹായ്, നമുക്കിന്നൊരു പുതിയൊരു പ്ലാന്റിന്റെ വീഡിയോയിലേക്ക് പോകാം. റബ്ബർ മരത്തിനെ കുറിച്ച് അറിയേണ്ടതായ കാര്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. ആമസോൺ സ്വദേശിയാണ് റബ്ബർ. സ്വാഭാവിക റബ്ബറിന്റെ ആവശ്യത്തിനായി ലോകത്തിലെ പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും കൃഷി ചെയ്തു വരുന്നു. റബ്ബർ പാൽ എടുക്കാതെ സ്വാഭാവികമായി വളരാൻ അനുവദിച്ചാൽ ഇതുപോലെയുള്ള വലിയ മരമായി റബ്ബർ മരം വളരുന്നതാണ്. മരത്തടിയുടെ പട്ടയിൽ ചുറ്റിവരിഞ്ഞു കിടക്കുന്ന ഭോയം കുഴലുകളിലാണ് റബ്ബർ കറ ഒഴുകി നടക്കുന്നത്. ടാപ്പ് ചെയ്യുമ്പോൾ പുറത്തു വരികയും ചെയ്യുന്നു. നല്ല രീതിയിൽ നട്ടുവളർത്തിയാൽ 30 വർഷക്കാലത്തേക്ക് റബ്ബർ പാൽ ലഭിക്കുന്നു. അതിനുശേഷം ഇവയെ റീപ്ലാന്റ് ചെയ്യുകയാണ് പതിവ്. പണ്ടുകാലത്ത് ബ്രസീലിന് വെളിയിൽ റബ്ബർ വളർത്തുവാൻ തുടക്കം കുറിച്ചത് ബ്രിട്ടനിലെ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. 1873 ഇവരുടെ ശ്രമഫലമായി 12 തൈകൾ ഈ ഉദ്യാനത്തിൽ വളർത്തിയെടുക്കുവാൻ സാധിച്ചു. ഇതിനെ ഇന്ത്യയിലേക്ക് അയച്ചുവെങ്കിലും അവയെല്ലാം നശിച്ചുപോയി. 1875 ഏതാണ്ട് 70,000 വിത്തുകൾ കള്ളക്കടത്തിലൂടെ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിച്ചു. അതിൽ 4% മാത്രമാണ് മുളച്ചു കിട്ടിയത്. അതിൽ നിന്നും 2000 തൈകൾ ശ്രീലങ്കയിലേക്ക് അയച്ചു കൊടുത്തു. 22 തൈകൾ സിംഗപ്പൂർ ബൊട്ടാണിക്കൽ ഗാർഡനിലും അയച്ചു കൊടുത്തു. അങ്ങനെ തിരുവനന്തപുരം മ്യൂസിയം കോമ്പൗണ്ടിലും നട്ടിരിക്കുന്ന ഈ മരത്തിന് 100 വർഷത്തിലധികം പഴക്കമുണ്ട്. ശ്രീ ഉത്തരം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് ശ്രീലങ്കയിൽ നിന്നും കൊണ്ടുവന്നതാണ് ഈ വൃക്ഷം. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിപ്പമേറിയ മരങ്ങളിൽ ഒന്നാണിത്. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.